എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറേ കാലമായില്ലേ നമ്മൾ മാത്സ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായി. അപ്പം അതുകൊണ്ട് എല്ലാവരും മറന്നിട്ടുണ്ടായിരിക്കും, നമ്മളും മറന്നിട്ടുണ്ടായിരിക്കും, അറിയില്ല. അപ്പം നമ്മൾ കോളിയിൽ രാജീവ് സാറും അതുപോലെ ആദരിപ്പിച്ചും കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടികളെല്ലാം ടോപ്പിക്ക് മറന്നിട്ടുണ്ട് സാർ, എല്ലാവർക്കും ടെൻഷനായി, എക്സാം ഡേറ്റ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമോ സാർ എന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് രാജീവ് സാറിന്റെ അതുപോലെ ആദര ടീച്ചറുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി ക്ലാസ് എടുക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചതാണ്, ഒരുപാട് പ്രാവശ്യം റിവിഷൻ ചെയ്തതുമാണ്. ഓക്കെ, കുറെ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എക്സാം ഇങ്ങനെ നീണ്ടു പോയതുകൊണ്ട് നമ്മുടെ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ CIBMന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ആ പേപ്പർ എങ്ങനെ പാസ്സാകാം, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഇന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇന്ന് തുടക്കം കൊടുക്കുകയാണ്. അത് എക്സാം ഡേറ്റ് 7-ാം തീയതിക്ക് ശേഷം തുടങ്ങുന്നത് തോന്നുന്നു അല്ലെ. അപ്പൊ എക്സാം ഡേറ്റ് ആയി, കുഴപ്പമൊന്നുമില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ച് ജയിക്കാവുന്ന പേപ്പറാണ് ഈ CIBMന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നിങ്ങൾ പഠിക്കണം എന്ന് വെച്ചാൽ മതി. അതുപോലെ ഒരു കാൽക്കുലേറ്റർ പറ്റുമെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ, എൻ്റെ കുറച്ച് കൂടിയ മോഡലാണ് ഇത്, നമുക്ക് ഈ അലോഡ് അല്ല. സാധാരണ സയന്റിഫിക് കാൽക്കുലേറ്റർ കൂടെ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇപ്രാവശ്യം പാസ്സാവും. മറ്റുള്ള മാത്സ് പോലെയല്ല, ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒന്നുമില്ല, ട്രിഗണോമെട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സാധാരണ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ ചെറുതായിട്ടൊന്ന് റൂട്ട് കാണാൻ, ഇത്രയൊക്കെ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇപ്രാവശ്യം ജയിക്കുമെന്ന് കോൺഫിഡൻസോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. കേട്ടല്ലോ, എന്തായാലും പാസ്സായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന പോളിടെക്നിക്കിലെ ഒരേ ഒരു പേപ്പർ, അത് മാത്സ് ആണ്, വെറും മാത്സ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം സിലബസിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് 4 മോഡ്യൂൾ ഉണ്ട്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ പറയുന്നത് വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അതിന്റെ വാട്ട് ആർ ദ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അപ്ലിക്കേഷൻ എന്താണ്, അതിന്റെ യൂസസ് എന്താണ്, അതിന്റെ ലിമിറ്റേഷൻസ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി നടത്തുന്നത് എന്തൊക്കെയാണ്, അങ്ങനെ വരുന്ന കുറച്ച് തിയറീസ് മാത്രമാണ് ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. മനസ്സിലായോ? അപ്പൊ ഞാൻ നോട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഇപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുക, ആ നോട്ട് നോക്കിയിട്ട് പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചു, നിങ്ങളെ സീനിയേഴ്സ് എഴുതിയ എക്സാമിന് ചോദിച്ച ഫസ്റ്റ് മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഡിഫൈൻ ദ ടൈം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിലൊക്കെ കയറി എന്ന് വയ്ക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്താൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് തന്നു, നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, എന്താണ് നിങ്ങളുടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിച്ചു. അപ്പൊ നിങ്ങൾ ആ ബിസിനസ് വിജയിക്കണമെങ്കിൽ അതിനെ കുറച്ച് സ്റ്റഡി നടത്തണം അല്ലെ. ആ സ്റ്റഡി നടത്തുന്ന രീതി, അതാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയിൽ ചെയ്യുന്നത്. അപ്പൊ ആദ്യം പോയിട്ട് നമ്മൾ കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യും. അതതിനെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എന്താ പറയുക, സ്റ്റെപ്സ് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റഡിക്ക് എത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പേരെന്താണ്, കളക്ഷൻ ഓഫ് ഡാറ്റ എന്നാണ്. ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഓക്കെ, അതൊരു തിയറിയാണ്. വാട്ട് യു മീൻ ബൈ കളക്ഷൻ ഓഫ് ഡാറ്റ, ഞാൻ തിയറി കൊടുത്തിട്ടുണ്ട്. ആ കളക്ഷൻ ഡാറ്റ ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്സ് കളക്ഷൻ ഉണ്ട്. ഒന്ന് 2 ടൈപ്സ് ഡാറ്റാസ് ഉണ്ട്. ഡാറ്റാസ് ആണ് ഇൻഫർമേഷൻ, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ ഏതെങ്കിലും ബുക്കിലോ ലൈബ്രറിയിലോ വെച്ചിട്ട് അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിലോ എന്നൊക്കെ വെച്ച് വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ, അതായത് വേറെ ആരെങ്കിലും യൂസ് ചെയ്ത ഡാറ്റ നമ്മൾ എടുക്കുന്നു, അതിനെ സെക്കൻഡറി ഡാറ്റ. ഇനി നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരാളോട് ചോദിക്കുകയാണ്, ചേട്ടാ ഇവിടുത്തെ ബിസിനസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരിട്ട് പോയിട്ട് എഴുതി വെക്കുന്നു അല്ലെ. അതിനെ പ്രൈമറി ഡാറ്റ, അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് കിട്ടുന്ന ഡാറ്റനെ പ്രൈമറി ഡാറ്റ ആണെന്നും വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തത്, ഒരിക്കൽ യൂസ് ചെയ്ത ഡാറ്റനെ വീണ്ടും യൂസ് ചെയ്യാനൊക്കെ അതിനെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നു. അതാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് കേട്ടോ. വാട്ട് ഇസ് ദ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ഷൻ ചെയ്തു. ആ കിട്ടിയ ഡാറ്റനെ നമ്മൾ ആദ്യം ഇത് ചെയ്യും, ഓരോ ഗ്രൂപ്പുകളാക്കി ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോരോ സവിശേഷതകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റുന്നു. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുക. അതായത് ക്ലാസിഫിക്കേഷൻ ഈസ് ദി സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ എന്നാണ് വിളിക്കുക. ഡാറ്റനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. അതിന്റെ തിയറി ഒക്കെ ഒന്ന് നോക്കാം. Then
ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ആ കിട്ടിയ ഡാറ്റനെ ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ടേബിൾ ആയിട്ട് യൂസ് ചെയ്തതാണ്. അതൊരു ടേബിൾ ആയിട്ട് ഇങ്ങനെ കോളായിട്ട് വരച്ച് ടേബിൾ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടേബുലേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ അടുത്ത ക്വസ്റ്റൻ ആണ്, വാട്ട് യു മീൻ ബൈ ടേബുലേഷൻ ഓഫ് ഡാറ്റ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ തിയറിയും കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ മാത്രം മതി, അല്ലാണ്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ ടേബുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനാലിസിസ് ആണ്. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുക. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിൻ മീഡിയം മോഡ് എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പഠിക്കുന്നുണ്ട്. അനാലിസിസ് ആണ്. അവസാനം അതിനെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ പ്രസന്റേഷൻ ആണ്, അതായത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കും. അതിനെ പ്രസന്റേഷൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന ഒരു സ്റ്റെപ്പ് കൂടി. അപ്പൊ അത്രയാണ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക് സ്റ്റഡിയിലും വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് തിയറി വരുന്നത്. അപ്പൊ ഇത്തിരി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിയറിയാണ്. ഈ തിയറി എല്ലാം നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്, വലിയ കുഴപ്പമില്ലാത്ത തിയറിയാണ്. പ്രോബ്ലംസേ വരുന്നില്ല ഈ ഒരു യൂണിറ്റിൽ. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ടേം ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ക്ലാസിഫിക്കേഷൻ. ദെൻ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ദി, അത് അടുത്ത യൂണിറ്റ് ആണ്. ദെൻ പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഔട്ട്ലൈൻ എനി 6 ഫംഗ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫംഗ്ഷൻസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. അപ്പൊ കണ്ട, അതാണ് 6 മാർക്കിന് ചോദിച്ചേക്കണേ. അത്രേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുള്ളൂ. പിന്നെ 15 മാർക്കിന്റെ 2 എസ്ഐ ക്വസ്റ്റ്യൻ 7 മാർക്ക് 8 മാർക്കായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. ഒറ്റ ക്വസ്റ്റ്യൻ 15 അല്ല, 7, 8. പണ്ട് കഴിഞ്ഞ പേപ്പറിലൊക്കെ നമ്മൾ 5 മാർക്ക് ആയിരുന്നു അല്ലെ. ഇവിടെ അങ്ങനെയല്ല, 7, 8 അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ 50 മാർക്ക് അങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ തിയറി ഇതാണ്, ഡിസ്കസ് ദ വേരിയസ് ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഫംഗ്ഷൻസും ലിമിറ്റേഷനും മാത്രം പഠിച്ചാലും മതി, നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഞാനിപ്പോ പറഞ്ഞ സ്റ്റേജില്ലേ, കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ദെൻ ടേബുലേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ ഇല്ലേ, ആ പറഞ്ഞ അതാണ് സ്റ്റേജ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ സ്റ്റേജ്. അപ്പൊ അതിന്റെ തിയറി തന്നിട്ടുണ്ടായിരുന്നു, ആ നോട്ട് നോക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ അതാണ് എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. നോക്ക്, വളരെ സിമ്പിൾ അല്ലേ. അതായത് എന്തൊക്കെ ചോദിച്ചത്, ഫംഗ്ഷൻസ് ചോദിച്ചു, ലിമിറ്റേഷൻ ചോദിച്ചു, വാട്ട് ആർ ദ സ്റ്റേജസ്, ഇപ്പൊ പറഞ്ഞ സ്റ്റേജസ് ചോദിച്ചു. ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഇതാണ്, ഡിസ്ക്രൈബ് ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ നോക്കണ്ട, പേടിക്കൊന്നും വേണ്ട. ഫംഗ്ഷൻസ് ചോദിച്ചാലും ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും യൂസസ് ചോദിച്ചാലും എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലക്ഷ്യങ്ങളാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആണ്, അതാണ്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഈ നോക്ക്, നേരത്തെ 6 മാർക്കിൽ എഴുതിയ ആൻസർ തന്നെ വീണ്ടും ഇവിടെ എഴുതുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓരോ പോയിന്റ് ഹെഡിങ് ആയിട്ട് എഴുതുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പോയിന്റ് വൈസ് ആണ്. അതായത് TCC ടു അണ്ടർസ്റ്റാൻഡ് അങ്ങനെ കുറച്ച് പോയിന്റ്സുകളുണ്ട്. അതായത് നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ കമ്പയർ ചെയ്യാനൊക്കെ ഈസിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഒരു 7 പ്രോപ്പർട്ടീസ് ആണ് എഴുതി നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ 7 എഴുതി വെച്ചാൽ മതി. ഹെഡിങ് എഴുതാം, ചെറിയ സെന്റൻസ് എഴുതാം. ഓക്കെ, ദെൻ ക്ലാസിഫൈ ദ വേരിയസ് കൈൻഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഞാൻ ക്ലാസിഫിക്കേഷൻ 4 ടൈപ്പ് പറയുന്നുണ്ട്. ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞിട്ട്, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അങ്ങനെ പറഞ്ഞ് കുറച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ അതിന്റെ തിയറി കൊടുത്തിട്ടുണ്ട്. അത്രയാണ്. അപ്പൊ നോക്കി നോക്കുക, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതാണ്, വളരെ സിമ്പിൾ ആണ്. യൂസസ് ചോദിച്ചു, അത് തന്നെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ചോദിച്ചാലും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും എല്ലാം അതിനെ കണക്ട് ചെയ്തിട്ടാണ് അത് എഴുതുന്നു. ദെൻ ലിമിറ്റേഷൻസ് ചോദിച്ചു, അതുപോലെ എന്താണ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്റ്റെപ്സ് ചോദിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ നമ്മള് സെക്കൻഡ് മോഡ്യൂള്, അതായത് ഫസ്റ്റ് മോഡ്യൂൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കേണ്ടത് തിയറി മാത്രമാണ് കേട്ടോ. തിയറി മാത്രമാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കേണ്ടത്. സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ ചെയ്യുന്നത് അത് പ്രോബ്ലം ആണ്. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, ഇന്ന് എടുക്കുന്നില്ല, പ്രോബ്ലം എടുക്കുന്നില്ല. എന്തൊക്കെയാണ് പഠിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഇതിന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, സെന്ററിലേക്ക് വരാനുള്ള ടെൻഡൻസി ഡീറ്റെയിൽ ആയിട്ട് തിയറി നോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തിയറി പഠിക്കേണ്ടി വരും. ഓക്കെ, പ്രോബ്ലം മാത്രമല്ല, തിയറി നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ടെൻഡൻസി, ആ സെൻട്രൽ ടെൻഡൻസി പറഞ്ഞ ആവറേജിനെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, ആ സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കാനുള്ള മെഷേഴ്സ്, ഏതൊക്കെ മെഷേഴ്സ് ആണ് നമുക്കുള്ളത്? 3 മെഷേഴ്സ് ആണ്. അത് 3 മെസ്സേജ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ മീൻ, മീഡിയൻ, മോഡ്. അതായത് ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, 3 കൂടി ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 ടോപ്പിക്കുമാണ് എന്ത് വരുന്നത്, അടുത്ത യൂണിറ്റിൽ വരുന്നത്. മെയിൻ, മീഡിയം, മോഡ്. എസ്എ ക്വസ്റ്റ്യൻ 15 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും. കാൽക്കുലേറ്റ് മെയിൻ, മീഡിയം, മോഡ് ഫ്രം ദി ഫോളോവിംഗ് ഡാറ്റ, 15 മാർക്ക്.
വളരെ സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്നതാണ്. മെയിനിന്റെ ഒരു ഫോർമുല ഉണ്ട്, എല്ലാം കൂടി കൂട്ടുക, n ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ മീഡിയനും ഫോർമുല ഉണ്ട്, മോഡിനുണ്ട്. അത് 3 ടൈപ്സ് ഉണ്ട്. അതായത് ക്ലാസ് ഇന്റർവെൽ വരുമ്പോഴും ഫ്രീക്വൻസി ഡാറ്റ വരുമ്പോഴും അങ്ങനെയൊക്കെ ഫോർമുലാസ് ഉണ്ട്. അതൊക്കെ വ്യത്യാസമുണ്ട്. കുറെ സമയം പോകുന്നതാണ്. എക്സാം എഴുതാനല്ല കേട്ടോ, പഠിപ്പിക്കാൻ കുറച്ച് സമയം പോകുന്നതാണ്. പക്ഷെ എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ്. മെയിൻ മീഡിയം മോഡാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്. അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞ് ഒരു ടോപ്പിക് കൂടി ഈ ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക്. അതിലധികം നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ കൂടി പഠിക്കാൻ 2 ഡിസ്പേർഷൻ ആണ്, റേഞ്ചും അതുപോലെ തന്നെ കോട്ടൈൽ ഡീവിയേഷൻ. ഓക്കെ, റേഞ്ചും കോട്ടൈൽ ഡീവിയേഷൻ, ഈ 2 ടോപ്പിക്കുള്ളൂ. ടോട്ടല് 5 ടോപ്പിക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നുള്ളൂ. മനസ്സിലായോ? എല്ലാം പ്രോബ്ലം ആണ്, ഇനിയെല്ലാം പ്രോബ്ലം ആണ്. പക്ഷെ എക്സാമിന് തിയറി ചോദിക്കാറുണ്ട്. അതായത് വാട്ട് യു മീൻ ബൈ മീൻ, വാട്ട് ആർ ദി മെറിറ്റ്സ് ഓഫ് മീൻ, അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനിന്റെ മെറിറ്റ്സുകൾ എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ മീഡിയന്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ്, അങ്ങനെ കുറെ തിയറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ തിയറീസ് ഒക്കെ പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ചോദിക്കും വാട്ട് ഈസ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് സെൻട്രൽ ടെൻഡൻസി, വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈപ്പുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ഈ മീനിൽ തന്നെ 3 തരത്തിലുള്ള മീനുണ്ട്. അതായത് അരിത്തമെറ്റിക് മീന്, ജോമെട്രിക് മീന്, ഹാർമോണിക് മീന്, അങ്ങനെ 3 ടൈപ്പ് മീന് കൂടി അതിലുണ്ട്. പക്ഷെ അത് അത്രേ ചോദിക്കുന്നു തോന്നുന്നില്ല. എങ്കിലും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ചോദിച്ചത്. അപ്പൊ അതിലെ 2 മാർക്കിന് ചോദിച്ചതാണ് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അടുത്തത് 6 മാർക്കിന് ചോദിച്ചതാണ് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അത്രയേ ഉള്ളൂ. ദെൻ 15 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചോദിച്ചു സ്റ്റേറ്റ് ദ റിക്വസിറ്റ്സ് ഓഫ് ഗുഡ് ആവറേജ്. ഒരു ഗുഡ് ആവറേജിന് നമുക്ക് ഉള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അത് തിയറിയാണ്. ദെൻ കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ആണ്. ശ്രദ്ധിക്കുക, എസ്എ ക്വസ്റ്റ്യൻ അരിത്തമെറ്റിക് മീൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓറായിട്ട് ചോദിച്ചത് കാൽക്കുലേറ്റ് മീഡിയനും അടുത്ത ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മീഡിയൻ മീൻ മീഡിയം മോഡ്. മീൻ മീഡിയം മോഡിന്റെ തിയറി എഴുതിയിട്ട് ഫോർമുല എഴുതിയിട്ടാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ വലിയ സാധനങ്ങളൊന്നും ചോദിച്ചില്ല. ആ കൂടിയിട്ട് മീനും മീഡിയനും മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ അതിലെ തിയറിയാണ് ചോദിച്ചത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു കഴിഞ്ഞ വർഷം. എന്നിട്ട് നമ്മുടെ പിള്ളേർ ഇഷ്ടം പോലെ പേര് സപ്ലൈ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് സെക്കൻഡ് മോഡ്യൂൾ. അപ്പൊ സെക്കൻഡ് മോഡ്യൂൾ 5 കാര്യങ്ങള്: റേഞ്ച്, മെയിൻ മീഡിയൻ മോഡ്. ഓക്കെ, റേഞ്ച്, കോട്ടൈൽ ഡീവിയേഷൻ, മെയിൻ മീഡിയൻ മോഡ്. അപ്പൊ നോക്കാം, സെക്കൻഡ് മോഡ്യൂളിൽ 5 കാര്യങ്ങൾ പഠിക്കണം പ്രോബ്ലം ആയിട്ട്. മെയിൻ മീഡിയൻ മോഡ്, റേഞ്ച്, കോട്ടൈൽ ഡീവിയേഷൻ, 5 കാര്യങ്ങൾ പഠിച്ചാല് സെക്കൻഡ് മോഡ്യൂൾ ഓക്കെ. ഇപ്പൊ തന്നെ നമ്മൾ ജയിച്ചു കേട്ടോ. ഓക്കെ, 2 യൂണിറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ ജയിച്ചു. എങ്കിലും ഞാൻ അടുത്ത 2 കൂടി യൂണിറ്റിന് പറയണേ. ഇതുവരെ ഒരു പ്രോബ്ലം സെക്കൻഡ് യൂണിറ്റിൽ 5 പ്രോബ്ലം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് 5 എണ്ണം പഠിക്കണ്ടേന്ന് വെച്ചിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ അടുത്ത യൂണിറ്റ് നോക്കിയാൽ മതി. അതായത് 3ാമത്തെ മോഡ്യൂൾ നോക്കിയാൽ മതി. 3rd മോഡ്യൂൾ വളരെ സിമ്പിൾ ആണ്. 3rd മോഡ്യൂളിൽ പ്രോബ്ലം ചെയ്യാൻ കാൽക്കുലേറ്റർ ഉണ്ടായാൽ മതി, വലിയ റിസ്ക് ഒന്നുമില്ല. കോറിലേഷന്റെ പ്രത്യേകത, ഒരു ക്വസ്റ്റിന് ഫുൾ മാർക്ക് 15 മാർക്ക് കണ്ട് കിട്ടും. മനസ്സിലായല്ലോ? ഇപ്പൊ കോറിലേഷൻ പഠിക്കുമ്പോൾ എന്താണ്, നമുക്ക് അതിന്റെ 15 മാർക്ക് കണ്ട് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് കിട്ടും. മനസ്സിലായോ? അതായത് ഫൈൻഡ് ദി കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് എഴുതി കഴിഞ്ഞാല് നമുക്ക് കിട്ടാൻ പോകുന്നത് 15 മാർക്കാണ്. ഞാനിപ്പോ ഇന്നൊരു പ്രോബ്ലം പഠിപ്പിക്കുന്നുണ്ട്, അത് കോറിലേഷന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്ക് ആദ്യം ഇത് പഠിച്ചു കൊണ്ടുവരാം. ഇപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 2 ഫോർമുലാസ് ഉണ്ട്. ഒന്ന് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അതൊന്ന് ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിക്കേ. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ഫോർമുല എഴുതിച്ചോളൂ. 6 ഗാമ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ 6 എന്ന് എഴുതിയാൽ മതി. ഗാമ ഈക്വൽ ടു ഫോർമുല ഇതാണ്: n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x the whole square into root of
n into sigma y square minus sigma y into 4. അപ്പൊ ഫോർമുലയുടെ വലിപ്പം കണ്ടിട്ട് ഞങ്ങൾ സ്കിപ്പ് എന്ന് ചിന്തിക്കരുത്. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ എന്താ തരുന്ന അറിയോ? കാൽക്കുലേഷൻ കോഎഫിഷ്യന്റ് കോറിലേഷൻ തരുമ്പോ ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് അറിയോ? നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ടാകും, മനസ്സിലായോ? അതുപോലെ y എന്ന് പറയുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ടാകും. നമുക്ക് രണ്ട് ഡാറ്റാസ് തരും. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ആണ് രണ്ട് വേരിയബിൾസ് തമ്മിൽ, ഹൈറ്റ് വെയിറ്റ് അങ്ങനെ നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ, അതാണ് കോറിലേഷൻ. തീരെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് തരുന്നത് രണ്ട് ഡാറ്റാസ് തരും, എക്സ് എന്ന് പറഞ്ഞ ഡാറ്റയും y എന്ന് പറഞ്ഞ ഡാറ്റയും. നമ്മൾ ചെയ്യുന്നത് ഈ എക്സും വൈയും തമ്മിൽ ഗുണിക്കാൻ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു പ്രോബ്ലം 4ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് കൊടുത്താലും കാൽക്കുലേറ്റർ കൊടുത്താൽ മതി ആ കുട്ടിയുടെ കയ്യിൽ, ആ കുട്ടി ജയിച്ചു വരും. ഓക്കെ, അത്രയും സിമ്പിൾ ആണ്. ചെയ്യേണ്ടത് എന്താണ്? എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു കോളം ഉണ്ടാക്കുന്നു. ഓക്കെ, എന്താ ചെയ്തത്? എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ എക്സിന്റെ സ്ക്വയർ കാണുന്നു, അതുപോലെ തന്നെ വൈന്റെ സ്ക്വയറും കാണുന്നു. അങ്ങനെ 5 കാര്യങ്ങൾ. അപ്പൊ പ്രോബ്ലം ചെയ്യാനും വളരെ സിമ്പിൾ ആണ്. കാൽക്കുലേറ്റർ വേണേ, കാരണം 4ാം ക്ലാസ്സിലെ കുട്ടി ഗുണിക്കും, പക്ഷെ നമ്മൾ ഗുണിക്കില്ല. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജയിക്കില്ല 100% എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം ബേസിക് ഇല്ലാത്തതാണ്, കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ബുദ്ധി വെച്ച് ഞാൻ പറയാണ്, കാൽക്കുലേറ്റർ വാങ്ങിച്ചോളൂ, മസ്റ്റ് ആണ്. ആരുടെയെങ്കിലും ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മേടിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ താഴോട്ട് എഴുതുന്നു, y എന്ന് പറഞ്ഞ ഡാറ്റ താഴോട്ട് എഴുതുന്നു, എക്സ് ഇൻറ്റു വൈ എഴുതുന്നു, എക്സ് സ്ക്വയർ കാണുന്നു, വൈ സ്ക്വയർ കാണുന്നു. ഇവയെല്ലാം തമ്മിൽ കൂട്ടുന്നു. അപ്പൊ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിഞ്ഞിരിക്കണേ. കൂട്ടാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ വാങ്ങിക്കുക. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് താഴെ എഴുതുന്നു. അപ്പൊ ഇവിടെ വരുന്ന വാല്യൂ ആണ് സിഗ്മ എക്സ്, ഇവിടെ വരുന്ന വാല്യൂ ആണ് സിഗ്മ വൈ. ഇതിന്റെ ടോട്ടലാണ് സിഗ്മ എക്സ് വൈ, ഇതിന്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ, ഇതിന്റെ ടോട്ടൽ സിഗ്മ വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് അത്യാവശ്യം ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട് കേട്ടോ, അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി എഴുതി ഇനി ആ ഫോർമുലകളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 മാർക്ക് നമ്മുടെ പോക്കറ്റിൽ. ഓക്കെ, വലിയ റിസ്ക് ഒന്നുമില്ല. ആ കാൽക്കുലേഷൻ എല്ലാം കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ അതിന്റെ പ്രോബ്ലം ആണ് ഞാനിപ്പോ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോറിലേഷന്റെ പ്രോബ്ലം. കാരണം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ 15 മാർക്ക് കിട്ടുമെങ്കിൽ നമുക്കത് പഠിക്കില്ലേ നല്ലത്. ഓക്കെ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ, അതിൽ ഓർ ക്വസ്റ്റ്യൻ ഒരു 6 മാർക്ക് ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ അല്ല, 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടാവും. അപ്പൊ 15 മാർക്ക് 21 മാർക്കായി. ഓക്കെ, ഇതേപോലെ അടുത്ത യൂണിറ്റ് പഠിക്കുന്നു. അപ്പൊ അതിലൊരു 21ആയി, നമ്മൾ ജയിച്ചു. അത്രേ ഉള്ളൂ, 2 യൂണിറ്റ് പഠിച്ചാൽ മതി, നമ്മൾ ജയിച്ചു. ക്ലിയർ? പക്ഷെ കഴിഞ്ഞ വർഷം ഇതിൽ ചോദിച്ചത് ഈ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് 8 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് റാങ്ക് കോറിലേഷൻ ഉണ്ട്. അതും വളരെ സിമ്പിൾ ആണ്. അതായത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ ഇത് 15 മാർക്കിന് ചോദിച്ചിരുന്നു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ നമുക്ക് തോന്നാം സാർ ഒന്ന് പഠിച്ചാൽ മതി, ഓർ പഠിക്കണമെന്ന് തോന്നാം. അങ്ങനെയല്ല, ഇത് 2 പഠിക്കണേ. കാരണം വലിയ റിസ്ക് ഒന്നുമില്ല. അതിന് ഡെൽറ്റ അല്ല റോ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കാണാനുള്ള ഫോർമുല 1 - 6 into sigma d square by n into അല്ലെങ്കിൽ n cube minus 1. ഇതാണ് ഫോർമുല കേട്ടോ. 1 - 6 into sigma d square by n cube. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ആൻസറിന് 1 മൈനസ് ചെയ്യണം വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഫോർമുല റാങ്ക് കോറിലേഷൻ. അപ്പൊ ഇതാണ് 3rd മൊഡ്യൂളില്. അപ്പൊ അതിന്റെ തിയറി പഠിക്കണേ, എന്താണ് കോറിലേഷൻ എന്നും എന്താണ് അതിന്റെ ടൈപ്സ് ഓഫ് കോറിലേഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തിയറി പഠിച്ചു വെക്കും. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പറയാം. 6 മാർക്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്ന് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ, കോറിലേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നിട്ട് തിയറി ചോദിച്ചു. അതുപോലെ കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ചോദിച്ചു. ഓക്കെ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ കിട്ടി. അപ്പോൾ തന്നെ 6 12 മാർക്കായി. 12ഉം 15ഉം എസ് എ ക്വസ്റ്റ്യൻ കൂടി കിട്ടി കഴിഞ്ഞാൽ 27. അപ്പൊ നമുക്ക് 40 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. ഇപ്പൊ 75ലാണ് എക്സാം എങ്കിൽ 30 മാർക്ക് മതി. ക്ലിയർ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ ജയിച്ചു. കേട്ടല്ലോ?
അതിന്റെ നമ്മളെ 50 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഞാൻ എപ്പോഴും ചെയ്യിപ്പിച്ച ക്വസ്റ്റൻ ആണ്. ഒരു 3 ആൾക്കാരെ റാങ്ക് തന്നിട്ടുണ്ട്. റാങ്ക് കോറിലേഷൻ കാണാനാണ് 15 മാർക്ക് ഒറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് റാങ്ക് കോറിലേഷൻ പഠിച്ച 15 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ ഓർ ക്വസ്റ്റ്യൻ, അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നത് കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ ആണ്. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, 8 മാർക്ക്. 8 മാർക്കൊന്നുമില്ല, 2 മാർക്ക് തരുന്ന ക്വസ്റ്റ്യൻ, 8 മാർക്ക്. ഡിസ്റ്റിംഗ്വിഷ് വേരിയസ് ടൈപ്സ് ഓഫ് കോറിലേഷൻ, അതായത് കോറിലേഷന്റെ കുറച്ച് ടൈപ്പുകളുണ്ട്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ടൈപ്സിന്റെ നോട്ട് തന്നിട്ടുണ്ട്. അത് പഠിക്കുക. ആ തിയറിയും ഈ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ 15 മാർക്കായി. ഓക്കെ, അതിന് പ്രോബ്ലം നിൽക്കട്ടെ. അടുത്ത യൂണിറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് കോറിലേഷന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പൊ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് കോറിലേഷൻ ആണ്. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജയിച്ചു. ശരിക്കും പറഞ്ഞു 20-25 മാർക്കോളം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അടുത്ത യൂണിറ്റ് ഇൻഡെക്സ് നമ്പർ എന്നാണ്. അപ്പൊ അവിടെ ഒരു തിയറി ഉണ്ട്. എന്താണ് ഇൻഡെക്സ് നമ്പറിന്റെ തിയറി പഠിക്കണം. ദെൻ അവിടെ ഒരു 3, ശരിക്കും 5 ഇൻഡെക്സ് നമ്പർ പറയുന്നുണ്ട്. 5 ടൈപ്പ് ഇൻഡെക്സ് നമ്പർ കാണുന്ന മെത്തേഡ് ഉണ്ട്. പക്ഷെ 3 പഠിച്ചാൽ മതി. ആ 3 എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. അതായത് ലാസ്പിയർ ഇൻഡെക്സ്, ലാസ്പിയേഴ്സ് ഇൻഡെക്സ്, അതുപോലെ പാഷേഴ്സ് ഇൻഡെക്സ്, പാഷേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അതുപോലെ ഫിഷർ ഐഡിയൽ ഇൻഡെക്സ്, ഫിഷേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഈ 3 പഠിച്ചാൽ മതി. വേറെ ഒരു ഡോർബിഷ് ആൻഡ് ബൗളി എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഡോർബിഷ് ആൻഡ് ബൗളി ഒരു മെത്തേഡ് ഉണ്ട്. അതുപോലെ മാർഷൽ എഡ്ജ്വർത്ത് എന്ന് പറയുന്ന ഒരു മെത്തേഡ്. അങ്ങനെ 5 മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. ഈ 2 വേണമെങ്കിൽ ചോയ്സിക്ക് വിടാം, കുഴപ്പമില്ല. ഇത് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഈ 3 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആ 3 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 15 മാർക്ക് അവിടെയും കിട്ടും. അപ്പൊ നോക്കാം, ഇവിടെ 3, അതായത് വേണമെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. ചോദിച്ചത് എന്യൂമറേറ്റ് ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ, ഇൻഡെക്സ് നമ്പറിന്റെ യൂസസ് എന്താണ്. ദെൻ ആ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് 15 മാർക്കിന്റെ ഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കൺസിഡർ ദ ഇൻഡെക്സ് നമ്പർ ബൈ ലാസ്പിയർ മെത്തേഡ്, പാഷർ മെത്തേഡ്, ഫിഷർ മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഇൻഡെക്സ് നമ്പർ. അവിടെയും കൂട്ടാൻ മാത്രമേ ഉള്ളൂ, കുറയ്ക്കാൻ പോലുമില്ല. കൂട്ടൽ മാത്രമേ ഉള്ളൂ, കുറയ്ക്കണമെന്നും ഇല്ല. വെറും അഡീഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതെല്ലാം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഉണ്ട്. ഓക്കെ, അതെല്ലാം കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ പറയുന്നത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജയിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റു. 100% ഉറപ്പാണ്. കൂട്ടാൻ അറിയില്ല എന്ന് എനിക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയുന്നറിയില്ല. എനിക്കറിയാം നിങ്ങൾക്ക് കൂട്ടാനൊന്നും അറിയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് കാൽക്കുലേറ്റർ എടുത്ത് മേടിക്കുക, അതാണ് നമ്മൾ ജയിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? 4th മോഡ്യൂളിലെ ലാസ്പിയർ, പാഷൻ ആൻഡ് ഫിഷർ, ഇത് 3 മാത്രം പഠിക്കുക. ഇൻഡെക്സ് നമ്പറിന്റെ തിയറി പഠിക്കുക. ദെൻ 3rd മോഡ്യൂള് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷനും റാങ്ക് കോറിലേഷനും പഠിക്കുക, തിയറിയും പഠിക്കുക. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റ് ആയി. സെക്കൻഡ് യൂണിറ്റിലെ മെയിൻ മീഡിയം മോഡ് പഠിക്കുക, റേഞ്ച് കോട്ടൈൽ ഡീവിയേഷൻ, അതിന്റെ ഒക്കെ തിയറി പഠിക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് മോഡ്യൂൾ ഫസ്റ്റ് മോഡ്യൂൾ തിയറി മാത്രമേ ഉള്ളൂ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ യൂസസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. ദെൻ ലിമിറ്റേഷൻസ് പഠിക്കുക. എന്താണ് ഡാറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്താണ്, ക്ലാസിഫിക്കേഷൻ, ടേബുലേഷൻ എന്താണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫസ്റ്റ് മോഡ്യൂളൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കേ ഉള്ളൂ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ച് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇനി എക്സാമിന് തലേദിവസത്തേക്ക് വെക്കരുത്, ആ ഒരൊറ്റ ദിവസം നേരത്തെ ആയിക്കോട്ടെ. ഓക്കെ, ഇന്നത്തെ ദിവസത്തോടെ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എടുക്കാൻ പോകുന്നത് 3rd മോഡ്യൂളാണ്. അപ്പൊ ഹെഡിങ് എഴുതിക്കോളൂ. എഴുതൂല്ലേ? അപ്പൊ നിങ്ങൾ എഴുതാം, എന്തായാലും വീഡിയോ യൂട്യൂബിലല്ലേ. അപ്പൊ ഹെഡിങ് എഴുതുക. അതായത് മോഡ്യൂൾ 3 ആണ്, 3rd മോഡ്യൂളാണ് എടുക്കുന്നത്. മോഡ്യൂൾ 3 കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. കോറിലേഷനിലെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മള് സിഗ്മ എക്സ് കാണുന്നു, സിഗ്മ വൈ കാണുന്നു, സിഗ്മ എക്സ് വൈ കാണുന്നു, സിഗ്മ എക്സ് സ്ക്വയർ കാണുന്നു, സിഗ്മ വൈ സ്ക്വയർ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തുന്നു. n ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? ഇപ്പൊ തന്നെ പഠിക്കാം. n ഇൻറ്റു സിഗ്മ എക്സ് വൈ. എന്താണ് ഫോർമുല? n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ.
ന്യൂമറേറ്റർ നോക്കാം. n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x whole square, n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. ഇതാണ് കാൽക്കുലേഷൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഫോർമുല ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത്. വലിയ ക്വസ്റ്റ്യനിക്കൊന്നും പോകുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ വർഷത്തെ SI ക്വസ്റ്റ്യൻ 15 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ഓറാണ്. 8 മാർക്കിന് ഈ ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം, 7 മാർക്കിന് ടൈപ്സ് ഓഫ് കോറിലേഷനും ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എഴുതേണ്ടത്? എക്സ് തന്നിട്ടുണ്ട്, y തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് കാൽക്കുലേഷൻ കോഎഫിഷ്യന്റ് കോറിലേഷൻ ആണ്. വളരെ സിമ്പിൾ ഡാറ്റയാണ്. 7, 8, 9, 6, 5 ഇത്രയും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ഇനി ജന്മത്തിൽ കിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 7, 8, 9, 6, 5. വൈയുടെ വാല്യൂ 8, 6, 7, 9, 10. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് കാൽക്കുലേറ്റർ പോലും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സ് ഇൻറ്റു വൈ ചെയ്യുന്നു. ഓക്കെ, എക്സ് ഇൻറ്റു വൈ ചെയ്യുന്നു. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ കാണുന്നു, വൈ സ്ക്വയർ കാണുന്നു. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. എസ് എ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ പോലും നാണക്കേടാണ്. അത്രയും ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇൻറ്റു വൈ ചെയ്യാണ്. മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവര് കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ. 7, 8, 56, 6, 8, 48, 9, 7, 63, 9, 6, 54, 5, 10, 50. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി സ്ക്വയർ ആണ്. എക്സിന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81, 6ന്റെ സ്ക്വയർ 36, 5ന്റെ സ്ക്വയർ 25. അപ്പൊ നമ്മള് എക്സിന്റെ സ്ക്വയർ കണ്ടു. ഇനി വൈന്റെ സ്ക്വയർ, 8ന്റെ സ്ക്വയർ 64, ഓക്കെ, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100. ഇനി കൂട്ടാണ്. കൂട്ടാൻ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടുക, അതാണ് നല്ലത്, തെറ്റിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഞാൻ കൂട്ടുന്നു. 7 + 8 + 7 + 8 + 9 + 6 + 5. സയന്റിഫിക് ആണെങ്കിൽ സുഖമാണ്. 35 കിട്ടി. അതായത് സിഗ്മ എക്സ് ആണ് 35 കേട്ടോ. അടുത്ത വൈ എല്ലാം കൂടി കൂട്ടുന്നു. 8 + 6 + 7 + 9 + 10 40 ആണ്. സിഗ്മ വൈ 40 കിട്ടി. ഇനി എക്സിന്റെ വൈ ചെയ്ത കൂട്ടുന്നു. 56 + 48 + 63 + 54 + 50 271. ഓക്കെ, അടുത്ത എക്സ് സ്ക്വയർ കാണുന്നു. 49 + 64 + 81 + 36 + 20. അപ്പൊ എത്ര? 255 ആണ് കിട്ടിയത്. ശരിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് സിഗ്മ എക്സ് വൈ ആണ്. ഇത് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി. ഇനി വൈയുടെ സ്ക്വയർ എല്ലാം കൂടി കൂട്ടുന്നു. 64 + 36 + 49 + 81 + 100 330 കിട്ടി കേട്ടോ. സിഗ്മ വൈ സ്ക്വയർ. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? വളരെ സിമ്പിൾ ആണ്. ചെയ്യേണ്ടത് എന്താണ്? എക്സ് എല്ലാം കൂടി കൂട്ടുന്നു, വൈ എല്ലാം കൂടി കൂട്ടുന്നു, എക്സ് വൈ എല്ലാം കൂടി കൂട്ടുന്നു, എക്സ് സ്ക്വയർ എല്ലാം കൂടി കൂട്ടുന്നു, വൈ സ്ക്വയർ എല്ലാം കൂടി കൂട്ടുന്നു. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതാം? ആ ഫോർമുല എഴുതാൻ പോവാണ്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ ഫോർമുല എഴുതാണ്. അതായത് കോറിലേഷൻ ഫോർമുല n into sigma xy minus sigma x into sigma y divided by root of n into sigma x square minus sigma x whole square into root of n into sigma y square minus sigma y whole square. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n ന്റെ വാല്യൂ എത്രയായിരുന്നു? n നമ്മൾ എത്ര ഡാറ്റാസ് ഉണ്ടായിരുന്നു കേട്ടോ, സോറി, ആ ഡാറ്റാസ് എണ്ണ. അപ്പൊ 1 + 2 3 4 5 ഡാറ്റാസ് ആയിരുന്നു കേട്ടോ. അപ്പൊ n 5 ആണ്. 1 2 3 4 5 അങ്ങനെ കേട്ടോ. 5 into sigma xy എത്ര? 271
മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ 35 ഇൻറ്റു 40 ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ 5 ഇൻറ്റു 255 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ 35 ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n എത്ര 5 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ 330 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ 40 സ്ക്വയർ. ഇപ്പൊ ഓരോന്നും ചെയ്യാനേ, ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യട്ടെ. കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 5 ഇൻറ്റു 271 കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 1355 മൈനസ് 35 ഇൻറ്റു 40 35 ഇൻറ്റു 40 എത്ര 1400 ബൈ ഇവിടെ റൂട്ടിന്റെ ഉള്ളില് 5 ഇൻറ്റു 255 1275 മൈനസ് 35 സ്ക്വയർ 1225 ഇൻറ്റു റൂട്ട് ഓഫ് 5 ഇൻറ്റു 330 1650 മൈനസ് മനസ്സിലാക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്താൽ മതി. 40 സ്ക്വയർ 1600. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാണ്. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പോവാട്ടാ. അപ്പൊ മുകളിലത്തെ കുറയ്ക്കുന്നു. അതായത് 1355 മൈനസ് 1400 മൈനസ് 45 എന്നാണ് കിട്ടിയത് ബൈ റൂട്ട് 1275 മൈനസ് 1225 50 ആണ്. റൂട്ട് 50 ഇൻറ്റു റൂട്ട് 1650 മൈനസ് 1600 കുറയ്ക്കുമ്പോൾ 50 കിട്ടി. റൂട്ട് 50 ഇൻറ്റു റൂട്ട് 50. അപ്പൊ കിട്ടുന്ന ആൻസർ മൈനസ് 45 ബൈ ശരിക്കും പറഞ്ഞ കാൽക്കുലേറ്ററിൽ ഇപ്പൊ രണ്ട് റൂട്ട് സെയിം ആയതുകൊണ്ട് നമുക്ക് 50 എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് റൂട്ട് 50 എത്ര കണ്ടുപിടിക്കുന്നു, റൂട്ട് 50 കാണുന്നു. അപ്പൊ എത്ര 7.07 ആണ് കിട്ടുക. അതോടെ എഴുതുന്നു. ഇൻറ്റു അടുത്ത് കാണുന്നു കേട്ടോ. ഇതിപ്പോ രണ്ടും റൂട്ട് സെയിം ആയതുകൊണ്ട് റൂട്ട് മാറ്റി എഴുതിയാൽ മതി. അവസാനം 45/50 ചെയ്യുന്നു. ഈക്വൽ ടു മൈനസ് 0.9 മൈനസ് വരാം കേട്ടോ. ഓക്കെ, കോറിലേഷന്റെ വാല്യൂ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. -1 1 ഇടയിലുള്ള ഒരു ആൻസർ വരാൻ പാടുള്ളൂ. ഒരിക്കലും 1.2 ഒന്നും വരാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ 2.3 ഒന്നും കോറിലേഷൻ വരില്ല. കോറിലേഷന്റെ ഏതൊരു പ്രോബ്ലം ചെയ്താലും -1 0 വരാം, -1 വരാം, +1 വരാം. അതിന്റെ ഇടയിൽ അതായത് -1 പോയിന്റ് സംതിങ് വരില്ല. നമുക്ക് -0.8 -0.9 അല്ലെങ്കിൽ 0.8 0.9 അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഒരിക്കലും 1.8 1.9 -1.8 അങ്ങനെ ഒന്നും വരില്ല. ഓക്കെ, -1 ഇങ്ങോട്ടും പോവില്ല, +1 അങ്ങോട്ടും പോവില്ല. ആൻസർ എപ്പോഴും 0 പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ 0. ഇത്രേ വരുള്ളൂ കേട്ടോ. ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് കോറിലേഷൻ കാണുന്ന രീതി. ഇപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കാം. ആൻസർ എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചതാണ്. 15 മാർക്കിന്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എക്സ് വൈ ഒന്നുമില്ല, സാധാ പ്രോബ്ലം തന്നെ. കുറച്ച് വാല്യൂ ഒന്ന് വലുതായി 15 മാർക്ക് ആയതുകൊണ്ട് കേട്ടാ. 50 60 55 65 75 70 55 വീണ്ടും 80 90 80. ഓക്കെ, ഇതിന്റെ വാല്യൂസ് 10 14 15 11 12 15 16 20 18 19. ഓക്കെ, ഇപ്പൊ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് അയച്ചു തരാം. ഇതാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പൊ റാങ്ക് കോറിലേഷൻ കാണുന്ന രീതി അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം അതിൽ 2-3 ടൈപ്പുകളുണ്ട് റാങ്ക് കാണുന്നത്. അപ്പൊ ഇത് ഇത്രയും നോക്കാം.
റാങ്ക് കോറിലേഷൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ആദ്യം അപ്ലോഡ് ചെയ്യണം. ബൈ ബൈ.